ചേട്ടാ ആ ശീതേട്ടാ ശീതേട്ടാ വളപ്പിൽ പണിയെടുപ്പിക്കുന്നു ടൈൽസ് വേണമെന്ന് പറഞ്ഞു അധ്വാനിച്ച് വെക്കുമ്പോഴേ പച്ചവെള്ളം കുടിക്കണ നല്ലത്. മോരും നല്ലതാ. മോര് ഇവിടെ ഇല്ല. എന്താ പറഞ്ഞ ചേട്ടാ എന്തോ ടൈൽസിന്റെ പണിയുണ്ട്. അതന്നെ എന്നപ്പോ ഞാൻ വിളിച്ചത്. ചെക്കന്റെ കല്യാണമൊക്കെ ചിലപ്പോ ഉണ്ടാവേ ആ ബാത്റൂമിൽ ഒന്ന് ടൈലിടാൻ വേണ്ടിട്ടാ. ബാത്റൂമിന് മാത്രം മതിയാ? ഞാൻ വെച്ചാല് ഏതായാലും ഒരു വരുത്ത് വരുന്നല്ലേ, ബാത്റൂം 2 ദിവസം കൊണ്ട് പണി തീരും. നമുക്ക് ഒരു 3-4 ദിവസം പണി ഉണ്ടെങ്കിൽ അടുക്കളയിൽ പൊളിഞ്ഞു കിടക്കണല്ലേ ടൈല്, അതും കൂടി ആക്കാൻ പറ്റോ? അതും കൂടി ആക്കാൻ പറ്റില്ല, അത് ചെയ്യണില്ല. അതെയോ? ആയിക്കോട്ടെ മതി. ഞാൻ പറഞ്ഞേ ടൈൽസ് 28 റുപ്യ പോലെ 60 റുപ്യന്റെ സൈസ് ഉണ്ട്, പല സൈസും ഉണ്ട്. ഗ്രിപ്പ് ഇല്ലതുണ്ട്, ഗ്രിപ്പ് ഇല്ലാത്ത സൈസ് ഉണ്ട്. ഏതാ വേണ്ടത്? അല്ല ഗ്രിപ്പ് ഉള്ളതല്ലേ നല്ലത് ബാത്റൂമിലൊക്കെ ആവുമ്പോ അല്ലേ? ഗ്രിപ്പ് ഇല്ലാത്തത് മതി. ശീതളായിട്ട് ഈ വെള്ളമൊക്കെ വീഴും. വെള്ളം വീഴും ബാത്റൂമിലാവുമ്പോ. ഒരു ബാത്റൂമിൽ നിൽക്കുമ്പോ വെള്ളം ഉണ്ടാവുമെന്നോ ഞാൻ ഒരു ടൈലിന്റെ മുകളിലാണ് നിൽക്കണമെന്നുള്ള ബോധമുള്ളവര് വേണം അതിന്റെ ഉള്ളിൽ കയറാൻ, അല്ലാത്തൊരു ബാത്റൂമിൽ കയറണ്ട. പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു കാര്യമില്ല അതില്, ഒരു കാര്യമില്ല. അതെ, ഈ ഗ്രിപ്പ് ഉള്ളതെന്ന് പറഞ്ഞല്ലോ ഇപ്പൊ പറഞ്ഞല്ലോ. അത് ഈ കറയൊക്കെ വേഗം പിടിക്കും. കണ്ണി കണ്ട അഴുക്ക് എത്ര കഴുകിയാലും വൃത്തിയാവില്ല. അങ്ങോട്ട് കാലിൽ തൂത്താൻ തോന്നില്ല നമുക്ക്. മിനുസുള്ളാവുമ്പോ ഒറ്റ കഴുകല്ല ചെളിയാ പോവും. ബാത്റൂം ആയതുകൊണ്ട് തന്നെ പറയണത്, ബാത്റൂമിൽ അങ്ങനെ വേണ്ടു. നീ പോയാ അങ്ങോട്ട് അവിടെ ചെന്നേ, നമുക്ക് ആവശ്യമില്ലാത്തവരെ വർത്താനം പറഞ്ഞിട്ട് പോയിട്ട് നോക്കാം. അത് ഞാൻ വരാം, നീ ഇവിടെ അത് ഞാൻ വരാം. അവിടെ നോക്കട്ടെ, കാണാൻ നല്ല ഭംഗിയില്ലത് വേണോ? ഇതിപ്പോ നല്ല സൈസാണ്. നല്ല സൈസ്. ആ ചെറിയ ഒരടി സ്ക്വയർ ഇല്ലേ, അത് മതി. അത് പറഞ്ഞിട്ട് പൊട്ടി കഴിഞ്ഞാലേ ഒരു കഷ്ണം മാറ്റിയാൽ മറ്റേ 2 സ്ക്വയറിന്റെ മാറ്റേണ്ടി വരും. അത് വേണ്ട. ഫ്ലോറും പിന്നെ ചുമരും ആയിക്കോട്ടെ. ചുമര് ആ വെള്ളം തെറിക്കണ അത്ര ഭാഗം, അതിന്റെ മോളിലേക്ക് അങ്ങോട്ട് എത്തി മുട്ടിച്ചിട്ട് ഭംഗി ഉണ്ടാക്കണ പണിയൊന്നും വേണ്ട. ആയിക്കോട്ടെ. ആ കൈ എത്തണ വരെ സോപ്പും പതൊക്കെ തെറിക്കില്ലേ, ഒരു ദിവസം കൊണ്ട് തീരണ. അല്ലാണ്ട് എനക്ക് മുഴുവൻ ദിവസം മൊത്തം അളന്നിട്ടേ അത് എത്ര പൈസ നോക്കിട്ടേ നിങ്ങൾക്ക് തന്നാ ഞാൻ എന്നെ സാധനം മേടിച്ചോണ്ടിരും. അതൊന്നും ഇങ്ങോട്ട് തായോ, സാധനം എപ്പോഴാ മേടിക്കണെന്ന് ഞാൻ പറയാം. ഞാൻ എന്റെ ചക്കര കൂടെ ഇങ്ങോട്ട്. ആയിക്കോട്ടെ. 2-3 പോയിന്റ്. ശരി. അടക്കളയിലും അകത്തും അതിന് ഒരു ദിവസം പണിയാൻ വയ്യ. 4-5 ദിവസം പണി ഉണ്ടെങ്കിലേ അവൻ വരുള്ളൂ. അളിയന്റെ പെങ്ങളാ, ചെറിയ പെങ്ങള്. എന്റെ പെങ്ങളെ, ഇളയ പെങ്ങളെ. മോളെ അതാണ് ചക്കൻ. അപ്പോ അളിയാ ചായ എടുക്കണില്ലേ? വേണ്ടേ? ഞങ്ങൾക്ക് ഒരൊറ്റ കുട്ടിയേ ഉള്ളൂ. ഞങ്ങൾക്ക് ഒരു മോനെ. എന്റെ മൂത്ത പെങ്ങളുടെ കുട്ടിയാണേ. പ്രസവിച്ച സമയത്ത് 90 ഇവൾക്ക് കുട്ടിക്ക് 90 ആയപ്പോ മഞ്ഞപ്പിത്തം വന്നു. മഞ്ഞപ്പിത്തം കുട്ടിക്കോ? അല്ല, കുട്ടിക്കല്ല, പെങ്ങൾക്ക്. മഞ്ഞപ്പിത്തം അങ്ങോട്ട് കൂടിയിട്ട് ചികിത്സിച്ചിട്ടൊന്നും മാറിയില്ല. അത് പിന്നെ അവസാനം അങ്ങോട്ട് പോയി, ആള് പോയി. അപ്പൊ തുടക്കത്തിലേ അറിഞ്ഞില്ലേ? തുടക്കത്തിൽ അറിയിച്ചു പിന്നെ അത് ചികിത്സിക്കാണ്ടിരിക്കോ? ഇല്ല. പിന്നെന്താ വെച്ചാ കുട്ടി ഒറ്റയ്ക്കുണ്ടായിരുന്നു. അളിയ ഒന്നും നോക്കില്ല. അളിയ അങ്ങനെ ഒരു അളിയനാ, പേരിന്റെ ഒരു അളിയ, അത്രേ ഉള്ളൂ. അപ്പൊ കുട്ടിയെ ഞാൻ എന്ത് ചെയ്തു വെച്ചാ നേരെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ എന്റെ ഭാര്യ ഉണ്ടല്ലോ. അപ്പൊ ഞങ്ങളാണ് സത്യത്തിൽ ഇവളൊക്കെ നോക്കി ഈ പരുവത്തിലാക്കിയത്. പിന്നെ അളിയനുണ്ട്, അളിയപ്പോഴും വരും. അല്ല മോള് എന്താ പറയണ്ടേ? അമ്മ എന്താ ചെയ്യണേ? 10ാം ക്ലാസ് തോറ്റു, പിന്നെ എങ്ങോട്ട് പോയില്ല, വീട്ടിൽ തന്നെ. പിന്നെ എന്താ ജോലി എന്താന്നാ പറഞ്ഞത്? KCB-ല് ഓഫീസറാണ്. അതെ. മോൾക്ക് ഇനിയിപ്പോ ജോലിയൊക്കെ നോക്കണം. ഇതൊക്കെ എന്താ ആണുങ്ങൾ ഇരിക്കണേന്റെ അല്ലേ നാവട്ടാറിന്? അവൻ ചോദിക്കണ്ടല്ലേ ഇപ്പൊ അതൊക്കെ? എന്താ അല്ല, അത് ജോലിയൊന്നും ചെയ്തിട്ടൊന്നും വേണ്ടപ്പതേ. നമ്മുടെ വീട്ടിലൊന്നും ഇപ്പൊ അങ്ങനത്തെ ഒരു കാര്യമില്ല.
പെൺകുട്ടികളെ ജോലിക്ക് വിട്ടിട്ടൊന്നും കഴിയേണ്ട ആവശ്യം അവിടെ ഇല്ല. അല്ല ജോലി ഇല്ലെങ്കിലും പഠിക്കാലോ മോക്ക് അല്ലേ? എനിക്ക് PG പഠിക്കണമെന്നൊക്കെ ഉണ്ട്. അതെ, രണ്ടാക്കൂടി ഒന്നിച്ച് പോവാ. അവൾക്ക് ഇങ്ങനെ കുറെ ആൾക്കാരുടെ ഇടയിൽ ഇരുന്നിട്ട് ഒന്നാളാവണം, അത്രേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ ഒന്നിങ്ങനെ വിളിച്ച് പറയാ. അതിന്റെ കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടല്ല. ആ കുട്ടി എന്താ വെച്ചാല് ഇവള് അസലായിട്ട് പഠിക്കും. ഇവൾക്ക് മറ്റേ ബിടെക്കിന് റാങ്ക് ഉണ്ട്, 2nd റാങ്കാ. അപ്പൊ നല്ലൊരു ജോലി ഉള്ള ഒരാൾ വന്നാൽ കല്യാണം കഴിച്ചു കൊടുക്കാന്ന് വിചാരിച്ച് നിൽക്കണേ. അല്ലാതെ പഠിച്ചിട്ട് ജോലി വേണം, ജോലി ചെയ്യാൻ ശരിയാവില്ലല്ലോ. അല്ല ജോലിക്ക് പോണേണ്ട് കുഴപ്പമില്ല, നമുക്കതിന് സന്തോഷമല്ലേ ഉള്ളൂ. എന്തായാലും മോളെ ഞങ്ങൾക്ക് ഇഷ്ടായി, എത്രയും പെട്ടെന്ന് നടത്തല്ലേടാ. ഇത് നീ അങ്ങോട്ട് തീരുമാനിക്കില്ല, എന്നാ പിന്നെ എന്തിനാ കാരണന്മാരിക്കണേ? കുട്ട അമ്മാവനുണ്ട്, അച്ഛനുണ്ട്, ഞാനുണ്ട്. ഒരു വീട്ടിലെ കാരണന്മാരാരാച്ച അവരല്ലേ തീരുമാനിക്കുക, ആണുങ്ങളല്ലേ തീരുമാനിക്കുക. വെറുതെ ചിലക്കാ പെണ്ണുങ്ങൾ. അതിപ്പോ എന്താ വേണ്ടിച്ചാ നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം. അപ്പൊ എന്നാ എങ്ങനെയാച്ചാ ഇഷ്ടപ്പെട്ടു നമുക്ക് ആ രീതിയിലുള്ള കാര്യങ്ങൾ സംസാരിക്കാം അല്ലേ? അച്ഛൻ പറയണ പോലെ എന്താ മോളെ അഭിപ്രായം പറഞ്ഞോട്ടോ, തുറന്നു പറഞ്ഞ പറയാം. അല്ലെങ്കിൽ രണ്ടുപേർക്ക് അങ്ങോട്ട് മാറി സംസാരിക്കാം. ഇല്ല അതിന്റെ കാര്യമില്ല. മാമ അതെ, നേരിട്ട് നമ്മളോട് പറയാനൊരു നാണം ഉണ്ടാവും. എല്ലാ കുട്ടിക്കും മാമനാണേ, മാമനോട് പറയാൻ പോയി. അത് അങ്ങനെയാണ്. അല്ലാതെ ആണുങ്ങളുടെ ഇടയിൽ ഞെളിഞ്ഞു നിന്നിട്ട് ഇങ്ങോട്ട് സംസാരിക്കലല്ല. പിന്നെ അതിന്റെ ഒരു ഒതുക്കവും ഇതൊക്കെ വേണം. അപ്പൊ ആ കുട്ടി എന്തിനാ വിളിച്ചോണ്ടിട്ട് അങ്ങോട്ട് മാറി നിന്ന് സംസാരിച്ചു? ഇവിടെ നിന്ന് അങ്ങോട്ട് പറയാറുന്നില്ലേ? എന്താ പറയാത്തത്? അതിനുള്ളൊരു അച്ചടക്കവും അതിൻ്റെ ഉള്ളൊരു അന്തസ്സും അഭിമാനമൊക്കെ ആ കുട്ടിക്ക് ജീവിതത്തിൽ കിട്ടിയിട്ടുള്ളതാണ്. അതുണ്ടാവണം. 10ാം ക്ലാസ് ഒറ്റ കിട്ടില്ല. കല്യാണം വേഗം നടത്താൻ വേണ്ടി പറഞ്ഞോളൂ. ഇത് ശരിയാവൂല മാമ, ഇത് ശരിയാവൂല. വേണ്ടേ? അത് ചെറുക്കനെ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ ശരിയാവൂല. എന്താ കാര്യം? എന്താ മാമന് കണ്ടതല്ലേ അവിടെ ആ അമ്മ എത്ര പ്രാവശ്യം സംസാരിക്കാൻ വേണ്ടി നോക്കണേ. അവരവരുടെ അഭിപ്രായം പറഞ്ഞ അത്രയല്ലേ ഉള്ളൂ. പക്ഷെ അതുപോലും പറയാൻ സമ്മതിക്കണില്ല. അവരൊന്ന് ഇടപെടാൻ പോലും, ഒരു കാര്യത്തിൽ പോലും ഇടപെടാൻ സമ്മതിക്കണില്ല, ഒന്ന് മിണ്ടാൻ സമ്മതിക്കണില്ല. അത് അപ്പൊ ഞാൻ ആലോചിച്ചപ്പോ ഞാൻ ഇനിയിപ്പോ അവിടെ ചെന്നാലും എന്റെ അവസ്ഥ തന്നെ ആയിരിക്കും. ആ അമ്മേനെ ഇവിടെ ഒന്ന് സംസാരിക്കാൻ സമ്മതിക്കണം. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്നെ ഒന്നും പറയാൻ സമ്മതിക്കൂല. ഒരു ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കൂല, ഒന്നും പറയാൻ സമ്മതിക്കൂല. നിനക്കത് മനസ്സിലായില്ലേ? മാമക്കത് നേരത്തെ മനസ്സിലായി. ഞാനത് എങ്ങനെ പറയാന്ന് വിചാരിച്ചിരിക്കുന്നു. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവരെ പറഞ്ഞുകൂടാ. നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ ചെയ്യണ്ട, നമുക്ക് പറ്റണത് വരും, അപ്പൊ നമുക്ക് എടുത്താൽ മതി ട്ടാ. ഇതിപ്പോ മുടക്കി തരാം, ഇപ്പൊ മുടക്കി തരാം. കണ്ടോ? നീ ഇനി അവളുടെ ഫോട്ടോ നോക്കിയിരുന്നിട്ട് എന്താ മോനെ കാര്യം? നമുക്ക് വേറെ നോക്കാടാ. ഇനി വേറെ ആരെ പോയി നോക്കാനാണ്? എനിക്ക് അവളെ ശരിക്കും ഇഷ്ടമായതാണ്. അവൾക്കും എന്നെ ഇഷ്ടമാണെന്ന് തോന്നി അവിടെ ചെന്നപ്പോ പെരുമാറ്റത്തിലൊക്കെ. അച്ഛൻ ഒറ്റ ഒരാളാണ് ഇത് തകർത്തത്. അച്ഛൻ ഈ നമ്മുടെ വീട്ടിൽ കാണിക്കുന്ന സ്വഭാവം വേറെ വീട്ടിൽ പോയിരുന്ന് കാണിച്ചാൽ എങ്ങനെയാണ്? ഇനി ആര് പെണ്ണ് തരുമെന്നാണ് അമ്മ കരുതണ? ഇങ്ങനത്തെ ഒരു മെനകെട്ട തന്തയിരിക്കണ വീട്ടിലേക്ക് എന്ത് മിണ്ടാതിരിക്കാൻ? അമ്മയാണ് അച്ഛനെ വഷളാക്കിയത്. ഞാൻ എന്ത് ചെയ്യാനാണ് മോനെ? ഇങ്ങനെ അഭിപ്രായത്തിന് വില തരാതെ ഇൻസൾട്ട് ചെയ്യാൻ നേരത്തെ എപ്പോഴെങ്കിലും ഒന്ന് പ്രതികരിക്കണമായിരുന്നു. അപ്പൊ ഇത്രയും വഷളാവൂല അച്ഛൻ. അമ്മ ഒരു കാര്യം ചെയ്യ്, അവളോട് എന്നൊന്ന് സംസാരിച്ചു നോക്ക്. ഞാൻ കുഴപ്പക്കാരനല്ല, മര്യാദക്കാരനാന്നൊന്ന് പറ. എന്താ അച്ഛാ? അച്ഛാ എന്താ പറ്റേ?
എന്താ പറ്റിയത്? നടക്ക്. ഞാൻ മൂടും കുത്തി വീണു ഇവിടെ. വേഗം ആശുപത്രി കൊണ്ടുപോകണം. നടക്കാതെ ആശുപത്രി പോണ്ട, ആശുപത്രി പോണ്ട, ആശുപത്രി പോണ്ട. ആശുപത്രി പോണം. ഗംഗാധരൻ ഡോക്ടർ എടുത്തോണ്ടായത്. എന്താ ഈ പറയണ? ഗംഗാരൻ ഡോക്ടർ വീട്ടിൽ പോയിട്ട് എന്താ കാര്യം? ഇത് വല്ല എക്സ്റേ സ്കാനിങ് ഒക്കെ എടുക്കണമെങ്കിൽ ആശുപത്രി തന്നെ പോണം. പറയണത് അങ്ങോട്ട് ഒന്ന് മിണ്ടാതിരിക്കാച്ച. കുറെ കാലമായി തുടങ്ങിയിട്ട് അമ്മ എന്ത് പറഞ്ഞാലും എന്ത് നല്ല കാര്യം പറഞ്ഞാലും കേൾക്കയില്ല, അംഗീകരിക്കയില്ല. ഇപ്പൊ അമ്മ പറഞ്ഞത് കേട്ട അവിടെ ഗ്രിപ്പുള്ള ടൈലിട്ടെങ്കിൽ വീഴുവായിരുന്ന, എന്റെ കല്യാണം മുടങ്ങുമായിരുന്ന. ഇനി ഇവിടെ ഒരു അക്ഷരം മിണ്ടരുത്. ഞാൻ ചോദിക്കണം, അവസാനമായിട്ട് ചോദിക്കാണ്. അച്ഛൻ പറഞ്ഞ ഡോക്ടറുടെ വീട്ടിൽ പോണ, അമ്മ പറഞ്ഞ ഹോസ്പിറ്റലിൽ പോണ, പറ എന്തെങ്കിലും ഒന്ന് പറ. എന്ത് വേണം? പണ്ട് പറഞ്ഞോടത്ത് പോവാ. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ഇഷ്ടപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളൊരു കാര്യം, ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, യൂട്യൂബിൽ മരമായും ഫുള്ളായിട്ട് കാണാനുള്ള ഒരു അവസരം ഇല്ലല്ലോ, എങ്ങനെയാണ് നിയാസെ അത് ഒന്ന് ഫുള്ളായിട്ട് കാണാനുള്ളത് എങ്ങനെയാണെന്ന് ചോദിക്കാറുണ്ട്. ഇനി മുതൽ മനോരമ മാക്സ് ഡൗൺലോഡ് ചെയ്തെടുത്താൽ മരമായം തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെയുള്ള മുഴുവൻ എപ്പിസോഡുകളും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പൊ ഇനി ഇങ്ങനെ ഒരു സംശയം വേണ്ട, മനോരമ മാക്സ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ.